മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യത്തിൻ യു കേൽക്കറെ നിയമിച്ചതിൽ നീരസം പ്രകടിപ്പിച്ച എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാനില്ല, ഭരണത്തിലുള്ളവർ തീരുമാനിക്കട്ടെ എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. വിഷയമായുധമാക്കുകയാണ് CPIM BJPയും. നിയമനത്തിൽ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്കോ കെ.സി. വേണുഗോപാലിനോ വിഷയത്തിൽ മറുപടിയില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ ഇതുപോലുള്ള സംഭവം വന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കെ.സി. വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഭരണകക്ഷിക്കാരുടെ ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ് എന്നാണ്. അപ്പോൾ അത് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കെ.സി. വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്തപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാണ് യഥാർത്ഥത്തിൽ കേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. ബംഗാളിലെ ചീഫ് സെക്രട്ടറി നിയമനത്തിൽ വിമർശനം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ കേരളത്തിലെ നിയമനം ആയുധമാക്കുകയാണ് BJP ദേശീയ നേതൃത്വം. BJP വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ മൗനം പാലിക്കുന്നെന്ന് അമിത് മാളവിയ പറഞ്ഞു. വിവാദങ്ങൾക്കിടെ രത്തൻ യു ഖേൽക്കർ ചുമതലയേൽക്കാൻ സെക്രട്ടറിയേറ്റിലെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്ത് ചേരുന്നു. ഷഫീദ്, ഡീലുണ്ടോ എന്ന് ചോദിക്കുകയാണ് എം വി ഗോവിന്ദൻ. അത് ഇവിടെ മാത്രമല്ല, കെ സുരേന്ദ്രൻ പരിഹസിച്ചതിന് പിന്നാലെ അമിത് മാളവിയ അടക്കം BJP ദേശീയ നേതൃത്വം അത് ചർച്ചയാക്കുകയാണ്. ഉറപ്പായും ആ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി പ്രതീക്ഷിക്കണോ ഷഫീദ്? ഒറ്റവർ ഷഫീദ് ഇപ്പോൾ വരാമേ. EP ജയരാജന്റെ ഒരു പ്രതികരണം പോലും കേൾക്കാം. മുഖ്യമന്ത്രിയായി വന്ന ഉടനെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെക്രട്ടറി സ്ഥാനത്ത് വെച്ചു. അവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന്. രണ്ടാമത് രത്തൻ ഖേൽക്കറെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വെക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJP ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്തന്മാരെയാണ് അവർ കേരളത്തിലും ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി കമ്മീഷന്മാരായി വെച്ചത്. ആ BJPയുടെ വിശ്വസ്തനെ തന്നെ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി. ഇത് തന്നെയാണ് ഡീൽ. ഇത് കേരളം നിരീക്ഷിക്കും, ജനങ്ങൾ നിരീക്ഷിക്കും. അത്രേ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ. ഷഫീദ്, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ് ആണത്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഇതുവരെ ഒരു മറുപടി ആ അർത്ഥത്തിൽ വന്നിട്ടുമില്ല. അശ്മി, അത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇന്നലെയാണ് ഇക്കാര്യത്തിൽ, അതായത് ബംഗാളിൽ മനോജ് അഗർവാളിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉയർത്തി BJPയും CPIMും ഈ വിഷയത്തിൽ അവരുടെ വിമർശനം അത് കടുപ്പിച്ചത്. മാത്രമല്ല, ഇന്ന് CPIM അക്കാര്യത്തിൽ കുറച്ചുകൂടി രൂക്ഷമാക്കുന്നുണ്ട് അവരുടെ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് CPIM അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് നിന്ന് ഇക്കാര്യത്തിൽ ചില എതിർസ്വരങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ആളുകൾ അക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നൊക്കെ ഉള്ളതാണ്. അത് കേവലം ഏതെങ്കിലും ചെറിയ പ്രതികരണമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം AICC ഉപാധ്യക്ഷനാണ്. മാത്രമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നുമുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് രത്തൻ യു കേൽക്കർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ രണ്ടു കാര്യങ്ങൾ. ഒന്ന്, പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് ഈ വിമർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം SIR മുതൽ സീൽ വരെയുള്ള മുഴുവൻ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നുണ്ട് CPIM എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലടക്കം അവർ പറയുന്ന കാര്യം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് രത്തൻ യു കേൽക്കറെ വി ഡി സതീശനെ സെക്രട്ടറിയായി നിയമിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, സീൽ വിവാദവും അതേപോലെ SIRഉം അവസാന ലാപ്പിൽ ചില രഹസ്യ സ്വഭാവം സൂക്ഷിച്ചടക്കമുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസിന് അനുകൂലമാക്കാൻ വേണ്ടിയാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് CPM നടത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ AICCയുടെ നിലപാട് നിർണായകമായി മാറും. AICC ബംഗാളിൽ ഒരു വിമർശനം ഉന്നയിക്കും. പ്രത്യേകിച്ച് വലിയ ജോലിക്ക് വലിയ പ്രത്യുപകാരം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അടക്കം ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ പുതിയ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ അതിനെ ഒന്നും മുഖവരയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ നിലപാട്. മെറിറ്റുള്ളൊരു ഉദ്യോഗസ്ഥനെ ആ വിധത്തിൽ നിയമിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റു വിവാദങ്ങളിലേക്ക് തലയിടേണ്ട എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അതേപോലെ മറ്റു മന്ത്രിമാരും നടത്തുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് നിന്ന് കൂടുതൽ എതിർസ്വരങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഹഷ്മി. നല്ല ഷഫീദ്, ബംഗാളിലെ പ്രശ്നം, ബംഗാളിൽ 90 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റുകയും
SIR വോട്ടുകൾ വെട്ടിമാറ്റിയതിന്റെ ബലത്തിൽ മാത്രം 89 മണ്ഡലങ്ങളിൽ BJP ജയിച്ചു വരികയും ചെയ്യുന്ന പ്രതിപക്ഷ ആരോപണത്തിൽ അതിന് നേതൃത്വം നൽകിയ ചീഫ് സെക്രട്ടറിയായി എന്ന ഒരു വിമർശനമുണ്ട്. അതുമായി രത്തൻ യു കേൽക്കർക്ക് ഏതെങ്കിലും തരത്തിൽ താരതമ്യമുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയാൽ തൊട്ട് ഒരു മാസം തികയും മുന്നേ തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുന്നതിൽ ഒരു സമയത്തിന്റെയും കൂളിംഗ് ഓഫ് പീരീഡിന്റെയും ഒക്കെ ഒരു ഔചിത്യ പ്രശ്നം അതിലുണ്ട്. അതിൽ സർക്കാർ മറുപടി പറയേണ്ടതുമാണ്. ഷഫീ, ഹഷ്മി, ഉറപ്പായിട്ടും ആ കൂൾ ഓഫ് ടൈമിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള വിമർശനം പുറത്ത് നിന്ന് ഉയരുന്നത്. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടുത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള രത്തൻ യു കേൽക്കർ അത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ അത് നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് SIR ൽ വോട്ട് ചേർക്കൽ, അതേപോലെ SIR-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് സീൽ വിവാദം, അതടക്കമുള്ള കാര്യങ്ങൾ ഡീലാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനം അത് CPM ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. BJP-യും സമാന സ്വഭാവത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ കെ സുരേന്ദ്രന്റെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെയും ഉയരുന്നൊരു ചോദ്യം, രത്തൻ യു കേൽക്കർ ഇത്രയധികം വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന ആ ഒരു ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന സെക്രട്ടേറിയറ്റിലെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിലെ ഒരു സമയമാണ്. ഏതാണ്ട് 10 ദിവസ സമയ വ്യത്യാസത്തിലാണ് ബംഗാളിൽ തീരുമാനമുണ്ടാകുന്നു. അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന സ്വാഭാവികമായും വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാഹുൽ ഗാന്ധി അടക്കം അക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു. എന്നാൽ കേരളത്തിലേക്ക് 10 ദിവസങ്ങൾക്കുള്ളിൽ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന പദവിയിലേക്ക് എത്തിച്ചതിലാണ് ഇപ്പോൾ വലിയ വിമർശനം ഉയരുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ഏതെങ്കിലും തരത്തിൽ പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം അല്പസമയം മുൻപ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ആ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.